മകന്റെ ചിത്രത്തിലെ അമ്മൂമ്മ വേഷത്തിലേക്ക് മല്ലിക സുകുമാരനെ മോഹൻലാൽ വിളിച്ചപ്പോൾ മൈജി ഫ്ലവേഴ്സ് 1 കോടി ഇന്ന് രാത്രി 9 മണിക്ക്. എവിടെയെങ്കിലും പോയി കുറച്ച് മീൻ വാങ്ങിച്ചോണ്ട് വന്നേ. ബോസിനെ പറഞ്ഞു കഴിഞ്ഞ തവണ അവനെ പൊടിയരി മേടിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോ അരിപ്പൊടി മേടിച്ചോണ്ട് വന്നു. രാത്രി ചെരുപ്പെടുത്ത് അകത്തിട്ടില്ല പട്ടി ഉറപ്പായിട്ടും കടിച്ചോണ്ട് പോകും. നീ ബാക്കി എല്ലാവരുടെയും ചെരുപ്പെടുത്ത് അകത്തിട്ടല്ലോ, എന്റേത് മാത്രം ഇട്ടില്ല. അവരവരുടെ ചെരുപ്പ് അവരവരെന്നെ സൂക്ഷിക്കണം, അത്രേ ഉള്ളൂ. പിന്നല്ല, അതൊരു ലോക തത്വമല്ലേ. ഇത് ഇരി ചെവി അറിയാ നീക്കേണ്ട കാര്യമാണ്. അപ്പൊ തന്നെ 4 ചെവി അറിഞ്ഞു. 4 ചെവിയാ? എന്റെ അച്ഛന്റെ. പ്രതിഭേ, നീ സൂക്ഷിച്ചോ, നിനക്കുള്ള പണി വരുന്നുണ്ട്. നിന്റെ അമ്മ ഇവിടുന്നോണ്ട് കാണിച്ചുവിട്ട പണി എന്താണെന്ന് അറിയാം. പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞേക്കുന്ന ചെറുക്കൻ മിസ്സിംഗ് ആണ്. ഞാൻ അവനെ ബലം പ്രയോഗിച്ച് പറഞ്ഞു വിട്ടതാണെന്ന്. ജയിലിൽ പോയി കിടക്കേണ്ടി വരൂ മിക്കവാറും. കുഞ്ഞമ്മ മനുഷ്യനെ പേടിപ്പിക്കില്ലേ? ശംഭു പേടിപ്പിക്കല്ലേന്നു. ശരിയാടാ സുമേ, നിനക്കുള്ള പണി വരുന്നുണ്ടെന്ന് പറഞ്ഞ അമ്മ എന്റെ അടുക്കൽ പോയത്. എടി പെണ്ണെ, ഞാൻ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞ നിന്റെ പോലെ കൂതറ പണി കാണിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. അപ്പൊ ചേട്ടൻ തറവാട്ടി പറഞ്ഞല്ല എന്നല്ല ഇതിന്റെ അർത്ഥം. തന്നെ അത് വളരെ മോശമായി. അമ്മ എത്ര പറഞ്ഞാലും 100% എനിക്ക് ഉറപ്പ് അമ്മ തന്നെയാണ് ചെയ്തത്. ചക്ക കുഴഞ്ഞതുപോലൊരു കുടുംബം. ചക്കപ്പഴം. പ്രഭേ, എവിടെയെങ്കിലും പോയി കുറച്ച് മീൻ വാങ്ങിച്ചോണ്ട് വന്നേ. ഒരു 10 മിനിറ്റ് ഒരു തിരയൊന്ന് ഇറങ്ങിയിട്ട് ഞാൻ പോട്ടിറക്കാം. നീ മീൻ മേടിക്കാനെന്ന് പറഞ്ഞല്ലേ രാവിലെ അങ്ങോട്ട് പോയത്? അവിടെ നല്ല മീൻ ഉണ്ടായിരുന്നില്ല. ഒന്ന് വേറെ എവിടെയെങ്കിലും പോയി വാങ്ങിച്ചേ പ്ലീസ്. ഒരു രക്ഷയില്ല, ഞാൻ ഒരു ഇച്ചിരി തിരക്കില്ല. ഇതൊക്കെ ഒന്ന് ഒരു 10 മിനിറ്റിന്റെ കേസല്ലേ ഉള്ളൂ പ്രഭേ, ഒന്ന് പോയി വാങ്ങിച്ചോണ്ട് വാ. പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ മഞ്ജു. നീ ഒരു കാര്യം ചെയ്യ്, നല്ലൊരു ചമ്മന്തി അരയ്ക്ക്. ചമ്മന്തി കട്ടത്തൈരും മുട്ട പൊരിച്ചത് അച്ചാറും കൂടെ അലങ്കാരത്തിന് 2 പപ്പടം കാച്ചിക്കുക. പറ്റത്തില്ല, എനിക്ക് മീൻ വേണം. എനിക്ക് ആ ബോസിനെ പറഞ്ഞു വിടും. എന്തുവാ പ്രഭേ ഇത്? ബോസിന് നല്ല മീൻ വാങ്ങിക്കാനൊന്നും അറിയത്തില്ല. ഇങ്ങനെയൊക്കെ അല്ലേടി പഠിക്കുന്നേ. ഒന്നും അറിയാത്തൊരു ചെറുക്കനാടാ വളർന്നു വന്നിട്ട് എന്ത് കാര്യം? നീ അവനെ ഞാൻ വിളിച്ചേ. വേണ്ട, ഞാൻ വിളിക്കാം. ബോസേ, ബോസേ. ഇനി നിങ്ങൾ അവനോട് ചൂടാവാനൊന്നും നിൽക്കണ്ട, പോണ്ടെങ്കിൽ പോണ്ട, അത്രേ ഉള്ളൂ. എടി, അവന് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ പറ്റത്തില്ല. നീ ഇങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെ മഞ്ജു? ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ പറ്റാഞ്ഞിട്ടല്ല, അവൻ കുഞ്ഞല്ലേ. ഇങ്ങനെയൊക്കെയല്ലേ കാര്യങ്ങൾ പഠിക്കുന്നേ. അവനെ വിളി. ബോസേ. എന്താ അച്ഛാ? എപ്പോഴെങ്കിലും പോയി കുറച്ച് മീൻ മേടിച്ചിട്ട് അമ്മയ്ക്കൊണ്ട് കൊടുക്കും. മീനാ? ഞാനാ? ഇത്രയും വലിയ മീൻ മേടിച്ചു പോച്ചാ നിമിഷ നേരം കൊണ്ട് നീ തിന്നു തീർക്കുമല്ലോ. ചെന്ന് മേടിച്ചോണ്ട് കൊടുച്ചല്ലേ. അച്ഛനും കൂടി വന്നാൽ ഞാൻ മേടിക്കാം. ഞാനൊന്നും വരുന്നില്ല, ഒറ്റയ്ക്ക് അങ്ങ് പോയാൽ മതി. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്ത് വേണം നീ എന്നെ പോലെ വളർന്നു വരാൻ. അച്ഛാ, എനിക്ക് പേടി വെച്ചാൽ പുറത്ത് പിള്ളേരെ പിടുത്തക്കാരൊക്കെ ഉള്ളതാ. അയ്യോ, നിന്നെ ഏത് പിള്ളേരെ പിടുത്തക്കാര് പിടിച്ചോണ്ട് പോടാ. നീയേ അച്ഛന്റെ വർത്താനം ഒന്നും കേട്ടല്ലേ. നീ കഴിച്ചില്ലെങ്കിൽ കഴിക്കണ്ട, ഓ തുടങ്ങും. ഇന്നത്തെ വിഷയം മീനായല്ലോ. എടി മഞ്ജു, എടി മഞ്ജു, അവിടെ നിൽക്കാൻ. ഞാൻ ചമ്മന്തി അരച്ചോളാം, കൂടെ തൈരും അച്ചാറും മുട്ട പൊരിച്ചതും മതി. അത് പോരാ, എനിക്കിത് മീൻ കഴിക്കണം. എന്റെ മൈൻഡ് സെറ്റായി പോയി. നീ പോയിട്ടോ, ഞാൻ സ്ഥലം പറഞ്ഞുതരാം. ചേച്ചിയും കൂടി വരുവാണെങ്കിൽ ഞാൻ പോവാം. എടാ, നിനക്ക് ഇത്തിരി കാര്യപ്രാപ്തി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടില്ലേ നീ എന്നോട് ഒറ്റയ്ക്ക് പോകാൻ പറഞ്ഞേ. അതിന് ചേച്ചിയും കൂടെ വന്നാൽ എങ്ങനെ ശരിയാവും? അച്ഛാ, ചേച്ചിക്കും കൂടെ ഇച്ചിരി കാര്യപ്രാപ്തി ആയിക്കോട്ടല്ലേ. പകല സമയം ഇവിടെ തിന്നോണ്ടിരുന്നാൽ മാത്രം മതിയോ? ഇത്തിരി ലോകവിവരമൊക്കെ വേണ്ടേ? ആര് പറഞ്ഞു എന്റെ കൊച്ചിന് ലോകവിവരം ഇല്ലാന്ന്? അവനെല്ലാം അറിയാം. മഞ്ജി, നീ ചുമ്മാ അവനെ സപ്പോർട്ട് ചെയ്യരുത്. നീ പോട്ടെ, ഞാൻ സ്ഥലം പറഞ്ഞുതരാം. നമ്മുടെ KSEB ഓഫീസില്ലേ? അതെന്താ? കാണും. നിന്റെ മോന്റെ ലോകവിവരം കണ്ടോ? KSEB എന്താന്ന് അവൻ അറിയത്തില്ല. ഫുൾ ഫോം പറഞ്ഞു കൊടുത്താൽ അവന് മനസ്സിലാവും. മോനെ, KSEB എന്ന് വെച്ചാ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. ഇപ്പൊ മനസ്സിലായോ മോനെ? ഇപ്പൊ മനസ്സിലായി. കണ്ടോ, അവനെല്ലാം മനസ്സിലായി. നീ ഞാൻ വന്നേ. നീ എങ്ങും പോണ്ടടാ. അഞ്ചോ, അവന്റെ കയ്യനോടാ. നിങ്ങൾ കൈവിട്. അച്ഛാ വിടച്ചാ. അച്ഛാ, ഞാൻ മീൻ ഓൺലൈൻ വഴി മേടിച്ചാ ഹോം ഡെലിവറി. അവന്റെ ഒരു ഹോം ഡെലിവറി. ഹലോ ഹലോ, എന്ത് ഈ ചെറുക്കിന് ഇത്ര ഡിമാൻഡോ? രണ്ടുപേരും കൂടെ പിടിച്ച് വലിക്കാൻ. മഞ്ജു, നീ കൈവിട്. ഇതിനകത്ത് ഇവളുടെ അഭിപ്രായം എനിക്കറിയാം. നീ വിട്ടെ. എടി മോളെ, ഇവനെ ഒറ്റയ്ക്ക് ഞാൻ മീൻ മേടിക്കാൻ പറഞ്ഞു വിടുന്നതിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? അച്ഛന് ഇന്ന് മീൻ കഴിക്കാനുള്ള ആഗ്രഹത്തോടെയാണ് അവന് പറഞ്ഞു വിടുന്നെങ്കിൽ വളരെ മോശം അഭിപ്രായമാണ്. അത് അവൻ വേറെ എന്തെങ്കിലും മേടിച്ചോണ്ട് വരും. കഴിഞ്ഞ തവണ അവനെ പൊടിയരി മേടിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോ അരിപ്പൊടി മേടിച്ചോണ്ട് വന്നു. അത് ശരി വെച്ചാ. ഞാൻ പുറത്തേക്ക് പോയാൽ ഞാൻ വേറെ നീ മേടിച്ചോണ്ട് വരും. ഒരു ഉളുപ്പില്ലാതെന്ന് പറയുന്നു നോക്ക്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ശീലിക്കണം. നീ ശീലിക്കുവോ? അങ്ങനെ ശീലിക്കണം എനിക്ക്. ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. കുറച്ച് ഗുണപാഠങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയേ പറ്റും. പിടിക്കടാ, പോയി മീൻ മേടിച്ചോണ്ട് വാ. പോയിട്ട് വാടാ, നിന്നെ കൊണ്ട് പറ്റും. ഇതൊക്കെ ഒരു അഡ്വഞ്ചർ അല്ലേ? നിനക്ക് അഡ്വഞ്ചർ ഭയങ്കര ഇഷ്ടമല്ലേ? അല്ല, അവന് മുട്ട പപ്സാ ഇഷ്ടം. എന്തുവാ ഇത് പ്രഭേ? മഞ്ജു, നീ മിണ്ടരുത്. നീ പൈസ പിടിക്ക. ഈ വീട്ടിലേക്ക് ഇന്ന് നീ എന്തെങ്കിലും ഒരു മീൻ മേടിച്ചോണ്ട് വന്നാ നിനക്ക് നല്ലൊരു സമ്മാനം ഞാൻ മേടിച്ചു തരും. അച്ഛാ, പിള്ളേരെ പിടുത്തക്കാരുണ്ട് അച്ഛാ വെളിയിലേക്ക്. ഈ അപ്പുറത്തെ മീൻകട വരെ പോകുന്നതിന്റെ ഇടയ്ക്ക് നിന്നെ പിള്ളേരെ പിടുത്തക്കാർ വന്നും കൊണ്ടുപോകുന്നെങ്കിലേ ഈ അച്ഛനങ്ങ് സഹിക്കും. എന്തൊക്കെയാ പ്രഭേ ഈ പറയണേ? മിണ്ടരുത്. പിടിക്കടാ, പോയി മീൻ മേടിച്ചോണ്ടോ പോ. ബോസേ, ഓൾ ദി ബെസ്റ്റ്. എന്റെ ചെരുപ്പ് ഏതാ പട്ടി കടിച്ചു കീറി കളഞ്ഞ മോളെ.
അയ്യോ അതിപ്പോ ഭയങ്കര പ്രശ്നം അമ്മ. രാത്രി ചെരുപ്പെടുത്ത് അകത്തിട്ടില്ല പട്ടി ഉറപ്പായിട്ടും കടിച്ചോണ്ട് പോകും. നീ ബാക്കി എല്ലാവരുടെയും ചെരുപ്പെടുത്ത് അകത്തിട്ടല്ലോ, എന്റേത് മാത്രം ഇട്ടില്ല. അമ്മയുടെ ചെരുപ്പ് അതിന് പുറത്ത് കുഴപ്പമുണ്ടായിരുന്നോ? എനിക്കറിയത്തില്ലായിരുന്നു. ഒന്ന് ചുമ്മാ തിരി പ്രതിഭേ. എനിക്ക് ദാസൻ ആ ചെരുപ്പ് മേടിച്ച് തന്നപ്പോ തുടങ്ങി നിനക്കൊരു ചൊറിച്ചിലും കണ്ണുകടി. എനിക്കെന്തിനാ അമ്മേ കണ്ണുകടി? നിന്റെ ചെരുപ്പിനേക്കാളും നല്ല സൂപ്പർ ആയതുകൊണ്ട്. എന്തോ അമ്മ ചുമ്മാ LKD പിള്ളേരെ പോലെ പെരുമാറുന്നേ. കേട്ടിട്ട് തന്നെ ചിരി വരുന്നു. LKG പിള്ളേരോ? ദേ പെണ്ണെ മര്യാദയ്ക്ക് വർത്താനം പറയണം കേട്ടോ. എന്റെ ചെരുപ്പ് പട്ടിക്ക് അടിച്ചു കീറാൻ ഇട്ട് കൊടുത്തതും പോരാ. ആഹാ ഇതെന്തൊരു കഷ്ടോ നോക്കിയേ. അമ്മ ഇത് പോയാ എനിക്ക് വേറെ പണിയുണ്ട്. മോഹം അടച്ച് വർത്താനം പറയുന്നോടി. മര്യാദയ്ക്ക് എനിക്ക് പുതിയ ചെരുപ്പ് മേടിച്ചു തന്നണം. ആഹാ അമ്മയുടെ വർത്താനം കേട്ടാലും ഓർക്കൊണ്ട് ഞാനാ ചെരുപ്പ് കടിച്ചു കയറിയെന്ന്. പട്ടിയല്ലേ കടിച്ചു കയറിയത്, ഞാൻ മേടിച്ചു തരൂല. മര്യാദയ്ക്ക് എനിക്ക് ചെരുപ്പ് മേടിച്ചു തന്നില്ലെങ്കിൽ നിന്നെ ഇവിടെ കിടത്തി ഉറക്കത്തിലിടി ഞാൻ. അമ്മ എന്നെ കിടത്തി ഉറക്കണ്ട, ഞാൻ തന്നെ കിടന്നുറങ്ങിക്കോളാം. തർക്കുത്തരം പറയുന്നോടി നീ. തർക്കുത്തരല്ല, കാര്യം പറഞ്ഞതാ. നീ എന്തൊന്നും ബഹളമാണത്? മനുഷ്യൻ സ്വസ്ഥ തരൂലല്ലോ. ഇത് കേട്ടെ, ഇന്നലെ അമ്മ ചെരുപ്പ് എടുത്തകത്തിട്ടില്ല. സ്വാഭാവികമായിട്ട് അത് പട്ടി കടിച്ചു കീറില്ലേ? പിന്നല്ലാതെ അവള് പറഞ്ഞ കറക്റ്റ് അല്ലേ? അമ്മ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ചോദിക്കങ്ങോട്ടെ. അമ്മ ഇപ്പൊ എല്ലാം കൂടെ എന്റെ തല വെക്കാൻ ശ്രമിക്കുക. ഞാൻ മനഃപൂർവ്വം ചെരുപ്പ് എടുത്തകത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ പുതിയ ചെരുപ്പ് മേടിച്ചു കൊടുക്കണമെന്ന്. ഓ അടിപൊളി അടിയാ. നൈസായിട്ട് പുതിയ ചെരുപ്പ് അടിച്ചെടുക്കാനുള്ള പരിപാടിയാണല്ലോ അമ്മയ്ക്ക്. ദാസാ എന്നിട്ട് പറയാണേ എനിക്ക് അമ്മയുടെ ചെരുപ്പ് കണ്ടിട്ട് കണ്ണുകടിയായിരുന്നു എന്ന്. എന്തോ അമ്മത്, ചെരുപ്പൊക്കെ നമുക്ക് വാങ്ങിക്കാം. ഇങ്ങനെയൊക്കെ പറയുന്നത് മോശമല്ലേ? അയ്യടാ, കെട്ടിയോടെ കൂടെ ചേർന്ന് പെറ്റകളെ കളിയാക്കാൻ എന്ത് രസമല്ലേ? ഞാൻ അമ്മയെ കളിയാക്കിയതല്ല. മതി, നിർത്ത്. നീ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. പ്രതിഭേ നീ സൂക്ഷിച്ചോ, നിനക്കുള്ള പണി വരുന്നുണ്ട്. ഇതേ വേണമെങ്കിൽ പോയി. എന്റെ പ്രതി പ്രായമായ സ്ത്രീയല്ലേ, ഒന്ന് നോക്കിയും കണ്ടൊക്കെ വേണ്ട സംസാരിക്കാനായിട്ട്. ഞാൻ സംസാരിച്ചോണ്ടിരുന്നപ്പോ അമ്മയ്ക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വന്നു, അമ്മ പിണങ്ങിപ്പോയി. അതിരിക്കട്ടെ, നീ എന്തുകൊണ്ടാണ് അമ്മയുടെ ചെരുപ്പ് മാത്രം താത്തിടാണ്ടിരുന്നത്? സൗകര്യം ഇല്ലായിരുന്നു. എടാ ഞാൻ ഒരു സംശയം ചോദിച്ചാണ്. അതാ പറഞ്ഞ സൗകര്യം ഇല്ലായിരുന്നെന്ന്. ദേ ചുമ്മാ കണകണ വർത്താനം പറഞ്ഞോണ്ട് എന്റെ അടുക്കലോട്ട് വരരുത് കേട്ടോ. എടിമോളെ, അല്ലെങ്കിൽ നമുക്ക് അവിടെ വരെ പോയി അന്വേഷിച്ചാലോ? ബെസ്റ്റ്. ഇത്രയും മാസം ഡയലോഗ് അടിച്ച് അവനെ പറഞ്ഞു വിട്ടിട്ട്. എടി അങ്ങും പൊങ്ങും തിരിയാത്ത ചെറുക്കനാ അവൻ. വഴി തെറ്റി വല്ല റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ ചെന്നിട്ടേ അവിടുന്ന് ട്രെയിൻ കയറി ബോംബെ ചെന്ന് അവിടെ അധോലോകത്ത് ചേർന്ന് നാളെ ഒരു ഡോണായിട്ട് ഗുണ്ടകളുമായിട്ട് എൻ്റെ അടുത്ത് പകരത്തിന് ചോദിക്കാനാണ്. അതിന് ഭയങ്കര സാധ്യത. എന്തോ തെലുങ്ക് സിനിമയോ? എടി ഇതേപോലെ ജീവിതത്തിൽ നിന്ന് ഓരോ സിനിമകൾ ഉണ്ടാവുന്നത്. എന്തായാലും ഞാൻ നൈസായിട്ട് അവിടെ ഇരുന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം. തൽക്കാലം നിന്റെ അമ്മ അറിയണ്ട. ഞാൻ കൂടെ പറഞ്ഞു വെച്ചാ വേണ്ട, ഇത് ഇരി ചെവി അറിയാ നീക്കേണ്ട കാര്യമാണ്. ഇപ്പൊ തന്നെ 4 ചെവി അറിഞ്ഞു. 4 ചെവിയോ? ആ എന്റെ അച്ഛന്റെ. ഈ സമയത്താണോടി ഇമാതിരി ഊള കോമഡി അടിക്കുന്നത്? സോറി. ഹലോ, ആ അതെ പ്രഭുവാണ് സാർ. അയ്യോ മിസ്സിങ്ങോ? അയ്യോ സാർ, അവൻ മീൻ മേടിക്കാൻ വേണ്ടി പോയതാണ്. ഇല്ല ഞാൻ ഉപദ്രവിച്ചിട്ടില്ല സാർ, സത്യമായിട്ട് ഉപദ്രവിച്ചിട്ടില്ല. സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ സാർ? ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ, പ്ലീസ്. നിന്റെ അമ്മ ഇവിടുന്നോണ്ട് കാണിച്ചുവിട്ട പണി എന്താണെന്നറിയാവോടി? പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞേക്കുന്ന ചെറുക്കൻ മിസ്സിംഗ് ആണ്. ഞാൻ അവനെ ബലം പ്രവഹിച്ച് പറഞ്ഞു വിട്ടതാണെന്ന്. ജയിലിൽ പോയി കിടക്കേണ്ടി വരൂ മിക്കവാറും. പക്ഷെ അതിനു മുമ്പ് നിന്റെ അമ്മയുടെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം ഉണ്ടാവും, നോക്കിക്കോ. എടി സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞേക്കുവാ. അപ്പൊ പോകേണ്ടി വരും. പോയില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ദേഷ്യം വരും. അതിനു മുമ്പ് ഞാൻ അവക്കിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, മീൻ മേടിക്കാൻ പോയ ആള് ദോ വരുന്നു. ബർഗർ നിന്നെ ആരും തട്ടിക്കൊണ്ടുപോയില്ലേ? അടികൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ബർഗർ സോങ്ങും പാടി ഇപ്പം കഴിച്ചോണ്ട് വരും. ഇപ്പോഴൊന്ന് സമാധാനമായത്. ഡാ, നീ ഇവിടുന്ന് പോയതിനു ശേഷം നിന്റെ അമ്മ ഇവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് അറിയാവോ? എന്തൊക്കെ കാണിച്ചു കൂട്ടി? നീ മിസ്സിങ്ങാന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പരാതി പറഞ്ഞടാ. എന്നിട്ട് അമ്മ എവിടെ? അവളകത്തുണ്ട്. ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ എനിക്ക് അവളെ ഒന്ന് കാണണം, അവളെ ഒന്ന്. അല്ല നീ മീൻ മേടിക്കാൻ പോയില്ലേ? എന്നിട്ട് മീൻ എവിടെ? മീനൊന്നും കിട്ടിയില്ല. മീൻ അന്വേഷിച്ച് കുറെ കടകൾ വരെ നടന്നു. അയ്യോ കിട്ടിയില്ലല്ലയോ? എനിക്ക് അപ്പോഴേ നീ പോയ ഒരു മീൻ കടയും കിട്ടൂലെന്ന്. മീൻ കട കിട്ടിയില്ല, പക്ഷെ നല്ല സൂപ്പർ ബേക്കറി ഉണ്ട്. ബേക്കറി കയറി അച്ഛൻ തന്ന പൈസ കൊണ്ട് ഞാൻ ബർഗറും കഴിച്ചു. ബാക്കി വന്ന പൈസ കൊണ്ട് സിപ്പപ്പും മേടിച്ചു. ചുമ്മാ അതല്ല നിന്റെ മുഖത്തൊരു സന്തോഷം. പുറത്തു പോയ എന്റെ പൊന്നുമൊരു ബേക്കറി എങ്കിലും കണ്ടുപിടിച്ചല്ലോ. അച്ഛൻ ഒത്തിരി സന്തോഷമായി. സ്വന്തമായിട്ട് ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് ബില്ലും കൊടുത്തല്ലോ. ഭയങ്കര നേട്ടം തന്നെ. വെൽ ഡൺ മൈ ബോയ്. താങ്ക് യു അച്ഛാ. നീ വാ, നിന്നെ കൊണ്ടുപോയി നിന്റെ അമ്മയൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. വാ. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറ, അവൻ തിരിച്ചു വന്നു കുമ്മരട്ട് ഇടി കിട്ടും. മാറ് പെണ്ണെ അങ്ങോട്ട്. അവന്റെ ഒരു ഡോൺ കളിക്കല്. ചേടാ ഇതെന്ത് കൂത്തത്? നമുക്ക് പട്ടിയുടെ കൂടെ നടക്കാൻ പറ്റുമോ? പട്ടി ചെരുപ്പ് അടിക്കല്ലേ എന്ന് പറഞ്ഞോട്ട് ഒരിക്കലും പറ്റൂല, ഇമ്പോസിബിൾ. ചിലപ്പോ ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല. അവരവരുടെ ചെരുപ്പ് അവരവരെന്നെ ചൂസ് ചെയ്യണം, അത്രേ ഉള്ളൂ. പിന്നല്ല, അതൊരു ലോക തത്വമല്ലേ? എന്നിട്ട് ഇത്രയും ഓൾഡ് ലേഡിയായ വല്യമ്മയ്ക്ക് അറിഞ്ഞൂടെന്നൊക്കെ പറഞ്ഞ ചോറടിക്കൂല.
അതെ ഇപ്പൊ ഞാൻ ചെരുപ്പ് മേടിച്ചു കൊടുക്കണം പോലും. മേടിച്ചു കൊടുക്കരുത് ചേട്ടത്തി, മേടിച്ചു കൊടുക്കരുത്. അങ്ങനെ തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ. ആ അതത്രേ ഉള്ളൂ. മര്യാദയ്ക്ക് വന്നിട്ട് മോളെ എനിക്കൊരു ചെരുപ്പ് മേടിച്ചാടിയെന്ന് ദയനീയമായിട്ട് പറഞ്ഞു ഉറപ്പായിട്ട് ഞാൻ മേടിച്ചു കൊടുത്തേരെ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. അത് പറഞ്ഞപ്പോഴാ എനിക്കൊരു 600 റുപ്പീസ് ചെറിയൊരു ആവശ്യമുണ്ട്. കൊടുക്ക് വല്യമ്മ, പാവല്ലേ. പോവാണ്. നീ കൊള്ളാലോടാ. ഇതിനു വേണ്ടിയല്ലേ ഇത്രയും നേരം നീ എന്നെ സപ്പോർട്ട് ചെയ്തത്. ചേട്ടത്തി ചുമ്മാ ദൈവദോഷം പറയരുത് കേട്ടോ. ഈ 600 റുപ്പീസിന്റെ കാര്യം എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. എന്തോ കോച്ചേ, നീ അവിടെ കൊണ്ടുപോയി ഇതെല്ലാം മടക്കി വെച്ചിട്ടോ? ഞാൻ മടക്കി വെക്കാൻ തന്നെയാ വന്നത്. ഇത് കണ്ടോ കീറിയത്? എന്റെ പുതിയ ഉടുപ്പ് എങ്ങനെ കീറിയത്? ചേട്ടത്തി ഒന്ന് എത്ര? 2. പൂച്ച പ്രസവിക്കുന്ന എന്തിന്റെ കുഞ്ഞുങ്ങളെയാ? പൂച്ചക്കുഞ്ഞിനെ. പൂച്ചക്കുഞ്ഞിനെയാന്നേ. ആ. എന്നിട്ട് ചേട്ടത്തിക്ക് കാര്യം മനസ്സിലായില്ലേ? ഇല്ല. എന്റെ ചേട്ടത്തി ഒന്നും രണ്ടാന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ചേട്ടത്തിക്ക് ഉണ്ടെങ്കിൽ ഇത് ചെയ്തത് വല്യമാന്ന പകൽ പോലെ വ്യക്തം അല്ലാതെ സംഭവം. പിന്നെ ബേസിക് മാത്തമാറ്റിക്സ്. ശരിയാടാ സുമേ, നിനക്കുള്ള പണി വരുന്നുണ്ടെന്ന് പറഞ്ഞ അമ്മ എന്റെ അടുക്കൽ പോയത്. കോയിൻസിഡൻസ് ആവാനും ചാൻസ് ഉണ്ട്. ഒന്ന് ചുമ്മാ ലക്ഷ്മണ, ഇത് ഒരു കോയിൻസിഡൻസും ഇല്ല. ഇത് എടി ഈ ലോകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ടോ അതിന്റെ പിന്നിൽ ഒരു ദുരുദ്ദേശമുണ്ട്. ആഹാ, നല്ല പെർഫെക്റ്റ് ഫിലോസഫി. എടി കൊച്ചെ, സത്യത്തിന് പോ, എപ്പോഴും വികൃതമായിരിക്കും. പോസിറ്റീവ് മാത്രം നോക്കി നടന്നിട്ട് കാര്യമില്ല. എന്നാലും അമ്മൂമ്മ എങ്ങനെ ചെയ്യുന്നു? I didn't expect it. Yes, of course, you are right, man. ഇതല്ല, ഇതിനേക്കാളും തറപരിപാടി കാണിക്കാൻ കാലിബറുള്ള സ്ത്രീയാണ് അവര്. ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. അമ്മ ഈ ചുറ്റിപ്പം പറയാനൊന്നും വെറുതെ കേക്ക് അവരെ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അമ്മ ഇവിടെ ഇരുന്നേ. എടി എന്റെ ചേട്ടത്തി ഈ കൊച്ചു പലതും പറഞ്ഞു. ചേട്ടത്തി വന്നാൽ നമുക്ക് വല്യം നീ ഒന്ന് മാറിക്കേ. അച്ഛാ, അച്ഛാ, അമ്മ അവിടെയെങ്ങും ഇല്ല. പക്ഷെ ഫോൺ അവിടെ തന്നെ ഇരിപ്പുണ്ട്. ചേടാ, എന്നാലും ഇവിടുന്ന് അവിടെ പോയി. ഇനിയും അപ്പുറത്തെ വീട്ടിലെങ്ങാനും ചെന്നോടി പോളെ. ഇല്ല, ഞാൻ ഇപ്പൊ ചോദിച്ചതേ ഉള്ളൂ, അവിടെ ഒന്നും ചെന്നിട്ടില്ലെന്ന്. പിന്നെ നിന്നാ ഇപ്പൊ ആവിയായി പോയോ? മിക്കവാറും ഇവനെ തപ്പി പോയതായിരിക്കും. സംഗതി അത് തന്നെ, ഇവനെ തിരക്കി പോയതായിരിക്കും. ആ പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത വിളിച്ച് പറഞ്ഞ 2 കൊടുക്കാൻ കരുതി വന്നതാ. പക്ഷെ ആ ഫ്ലോ അങ്ങ് നഷ്ടപ്പെട്ടു. അതിന് അമ്മ എന്ത് തെറ്റിയത്? അമ്മ എന്ത് തെറ്റ് ചെയ്തെന്നോ? പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ആവശ്യമില്ലാത്ത കാര്യം വിളിച്ചു പറഞ്ഞ തെറ്റല്ലേടാ? അത് പിന്നെ എന്നെ കാണാത്തൊന്നും ടെൻഷൻ കൊണ്ടായിരിക്കും. അല്ലച്ചാ, അമ്മ ഫോൺ എവിടെ വെച്ചിട്ട് ഇവിടെ കിട്ടുന്നവരെ തേരപ്പര നടക്കൂ. അച്ഛാ ഒന്ന് പോയി നോക്കച്ചാ. ഞാൻ എവിടെ പോയി തിരക്കാനാടാ? നീ അത് വിട്, കുറെ നേരം കറങ്ങി തിരിഞ്ഞിട്ട് എത്തിക്കോളും. അല്ലച്ചാ, നീ അമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വിളിക്കേണ്ടി വരൂ. ചേച്ചി, ചേച്ചി വിശക്കുന്നുണ്ടോ? അച്ഛാ അവനെ വശപ്പിടിച്ച്. എന്താ പ്രഭുവേ, ഈ വഴിക്കല പട്ടി വന്നോടാ? ഏത് പട്ടി? എവിടുത്തെ പട്ടി? ആരുടെ പട്ടി? ഇവിടെ വാലൊക്കെ വളഞ്ഞിട്ടൊരു മറ്റേ പല്ലൊക്കെ ഉള്ള കട്ടയ്ക്ക് കുറയ്ക്കുന്ന. പ്രഭു, നിന്റെ മോളെ നിലക്കിരുത്തണോട്ടാ. പിന്നെ വാലൊക്കെ വളഞ്ഞ പട്ടി എന്ന് പറഞ്ഞാൽ അവള് പിന്നെ എന്തോ പറയണം? ഏത് പട്ടിക്കാടാ വാലില്ലാത്ത? എടാ ഞാൻ പറഞ്ഞ് തീരട്ടെ, എന്നിട്ട് പറഞ്ഞാ പോരെ. പറ. കറുത്തിട്ട് മുഖത്തൊരു മറയൊക്കെ ഉണ്ടേന്. അങ്ങളെ, ഇതുവഴി ഒരു പട്ടിയും പോയിട്ടുമില്ല, ഞങ്ങൾ ആരും പട്ടീനെ കണ്ടിട്ടുമില്ല. അല്ല, ഇപ്പൊ എന്ത് പറ്റി? എന്റെ അമ്മയുടെ ചെരുപ്പ് ഒരു പട്ടി കടിച്ചേറി. അതും പറഞ്ഞിട്ട് അമ്മ ബാക്കി എല്ലാവരും കടിച്ചു തരാൻ നടക്കാം അവിടെ. മിക്കവാറും ഈ സാധനം തന്നെ ആയിരിക്കുള്ളൂ. കിട്ടിയിട്ട് വേണം എനിക്ക് 2 കൊടുക്കാനായിട്ടേന്. എന്താങ്ങളൊക്കെ അതൊക്കെ ഒരു മിണ്ടാപ്രാണിയല്ലേ, നമുക്ക് എന്താ പറയാൻ പറ്റൂ? ഇവിടെ മിണ്ടാപ്രാണിയാന്ന് പറഞ്ഞിട്ട് കണ്ണി കണ്ട സാധനം കടിച്ചു തരണോ? ഇപ്പൊ ചെരുപ്പ് അടിച്ചിട്ട് അതിനെന്ത് കിട്ടാനാണ്? അല്ലെങ്കിൽ പിന്നെ അത് തിന്നണം ചെരുപ്പ്. ആഹാ, അത് ശരിയാ. പട്ടിക്ക് വേണ്ട പോഷകാഹാരങ്ങൾ മുഴുവൻ ഈ ചെരുപ്പിനകത്തുണ്ടല്ലോ. എവിടുത്തുകാരനടാ അത്? ഹലോ, പറയടാ. എപ്പാ? ആര്? മഞ്ജുവോ? എന്താ പറഞ്ഞത്? ഓ യോ, ഞാൻ വരുന്നു. എന്റെ ദൈവം, എനിക്കൊരു സ്വസ്ഥത നിന്റെ അമ്മ തരത്തില്ലല്ലോടി. എന്ത് പറ്റി? എടാ, മഞ്ജു പോയിട്ട് ആ മീൻകടയിലെ കച്ചവടക്കാരനെ എങ്ങാണ്ട് പിള്ളേരെ പിടുത്തക്കാരനെ വിളിച്ചത്. അവിടെ ഇല്ലാത്ത അടിയും വഴക്കം നടക്കും. ഞാൻ വരുന്നേ. മഞ്ജു എന്തിനാണ് മീൻ കച്ചവടക്കാരനെ മറ്റേ പിള്ളേർപ്പെടുത്തക്കാരെന്ന് പറഞ്ഞത്? അതൊക്കെ വലിയ കഥയങ്ങളെ, അത് ചെറിയ കഥയൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ തൽക്കാലം വാലുള്ള പട്ടിയെ പോയി തപ്പ്, ഞാൻ ഇത് ഡീൽ ചെയ്തിട്ട് വരാം. അടാ വല്യമ്മ, അത് വിട്ടുകളാ. ഇതിനേക്കാളും വലിയ നഷ്ടം വന്നാൽ നമ്മൾ സഹിക്കണ്ടേ? മോളെ സുപ്രു, നീ എന്നെ ഒരുപാട് അങ്ങ് ഉപദേശിക്കല്ലേ. കുഞ്ഞമ്മ പറഞ്ഞാലും കാര്യമുണ്ട് അച്ഛമ്മ, അതങ്ങ് വിട്ട് കളാ. എടി കൊച്ചെ, ഒരു ചെരുപ്പ് പോയതിലല്ല എനിക്ക് വിഷമം. പിന്നെന്തോ വല്യമ്മക്ക് ഇത്ര സങ്കടം? എന്നാളോളും മനഃപൂർവ്വം എന്റെ ചെരുപ്പിനെ ബലിയാടാക്കിയല്ലോ എന്ന് ഓർത്തിട്ട്. മനപ്പൂർവ്വം ചെരുപ്പിന് ബലിയാടി, ഇങ്ങനൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നേ. നീ എന്തൊക്കെ കാണാനും കേൾക്കാനും കിടക്കുന്നു. വല്യമ്മ, ഇത് ലോ ലെവൽ ആക്ടിവിറ്റി ആയി പോയി. വല്യമ്മ എന്തോന്നാ വല്യമ്മ കാണിച്ചത് ലോ ലെവൽ ആക്ടിവിറ്റി ആയി പോയെന്ന്. ഏതാ ചിറ്റപ്പാ? അമ്മേ, പണി തരുമെന്ന് പറഞ്ഞപ്പോ ഇത്രയും വലിയ പണി തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ പുതിയ ചുരിദാർ മുഴുവൻ വെട്ടി കീറി അല്ലേ? നിഷ്കരണം വലിച്ച കീറിയാ അമ്മൂമ്മ. എടാ കൊച്ചിർക്ക, ഇത് ഞാൻ അറിഞ്ഞ കാര്യമല്ല കേട്ടോ. പിന്നെ ഇവിടെ ഉടുപ്പ് വലിച്ചു കയറലല്ലേ എന്റെ പണി. വല്യമ്മ, എനിക്ക് വല്യമ്മയെടുത്ത് യാതൊരുവിധ വ്യക്തിവൈരാഗ്യമില്ല. എന്നാൽ അപ്പുറത്തും ഇപ്പുറത്തും നടക്കുന്നത് കൂട്ടി വായിക്കാതിരിക്കാനും നിവൃത്തിയില്ല. എല്ലാ വിരലുകളും ചൂണ്ടുന്നത് വല്യമ്മയുടെ നേരെയാണ്. എടാ, മുതിർന്നവരുടെ നേരെ കൈവരൽ ചൂണ്ടുന്നാണ്. അമ്മ എന്നെ അമ്മ ഈ കാണിക്കുന്നേ? അമ്മ എത്ര പറഞ്ഞാലും 100% എനിക്ക് ഉറപ്പാ അമ്മ തന്നെ അത് ചെയ്തത്.
എടി പെണ്ണെ, ഞാൻ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞതാ. നിന്റെ പോലെ കൂതറ പണി കാണിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. എന്ത് വല്യമ്മ അങ്ങനെ ഒരു ടോക്ക്? അപ്പൊ ചേട്ടൻ തറവാട്ടി പറഞ്ഞല്ല എന്നല്ല അതിന്റെ അർത്ഥം. തന്നെ അത് വളരെ മോശമായി പോയി. എന്റെ ചിറ്റപ്പ ഇത് അതിന്റെ ഇടയ്ക്കിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്. അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുമല്ലോ ഞാൻ കൂതറ കുടുംബത്തിൽ പറഞ്ഞ കൂതറ കുടുംബത്തിൽ പറഞ്ഞാന്ന്. കൂതറ കുടുംബത്തിൽ പറഞ്ഞാന്ന്. എന്നിട്ട് കൂതറ പരിപാടി കാണിക്കുന്നത് എന്തുവാ? എന്റെ ചേട്ടത്തി ഇങ്ങ് വന്നേ, ഞാൻ പറയട്ടെ. ഇത് മൊത്തം കൂട്ടി വായിക്കുമ്പോൾ തെറ്റിദ്ധാരണയായിട്ട് തോന്നുന്നു. ഇങ്ങ് വന്നേ. നീ അവിടെ നിന്നേ. ചേട്ടത്തിയെ വിളിച്ചോണ്ട് പോ, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടും. ഓ പിന്നെ കയ്യാങ്കളിയൊന്നും എന്റെ അടുത്ത് ഇറക്കില്ല കേട്ടോ. അച്ഛമ്മേ പ്ലീസ്, അമ്മ ഇത് മിണ്ടായിരുന്നേ. ചേട്ടത്തി ഇങ്ങ് വന്നേ, ഞാൻ പറയട്ടെ. സുമേ, നിനക്ക് ഞാൻ തരാം. കുഞ്ഞമ്മ എന്തോ തരാന്ന് പറഞ്ഞു, പോയി വാങ്ങിച്ചു തന്നിട്ട് വന്നേരാ. പോയിട്ട് വാ. ചേട്ടത്തി പറഞ്ഞ കാര്യം വല്യമ്മ എടുത്ത് പറയണോ? പറ. പറയല്ലേ? എന്തോന്നാടാ? ചേട്ടത്തിയും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് വല്യമ്മ തറവാട്ടി പറഞ്ഞല്ലെന്ന്. പ്രഭേ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കൂടിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാതിരിക്കുന്നത്. 10 മിനിറ്റ് എന്റെ പാട്ടിനോട് ഇപ്പോ. ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതുവരെ ചെയ്തതെല്ലാം ശരിയാ. 100 മാർക്ക് പോരെ. എന്നെ കളിയാക്കിയതാ? എടി, സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും ചെയ്യുന്ന പണിയാന്നോടി നീ കാണിച്ച്. മാന്യമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് ഒരു അടിസ്ഥാനം ഇല്ലാതെ പോയി പിള്ളേരെ പഠിത്തക്കാരെന്ന് പറയുന്നത് ശരിയാണ്? നീ ആലോചിച്ചിട്ട് പറ. ഒരു അടിസ്ഥാനം ഇല്ലാന്ന് ആര് പറഞ്ഞു? ഞാൻ അവിടെ ചെന്നപ്പോ കണ്ട കാഴ്ച എന്താണെന്ന് അറിയാവോ? അങ്ങേര് 3 പിള്ളേരെ ഒരു കറുത്ത വാനിൽ കയറ്റി വിടുന്നതാ കണ്ടത്. എടി, അയാളെ പിള്ളേരെ കറുത്ത വാനിലോ ജീപ്പിലോ പെട്ടിയോട്ടോ ചിലപ്പോ നടത്തിക്കൊണ്ടുപോകും. അതിന് നിനക്കെന്താ? അത് അങ്ങേരുടെ പിള്ളേരാണെന്ന് ഞാൻ അപ്പ അറിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് പറ്റിപ്പോയതാ, ക്ഷമിക്ക്. ഇത്രയും കാണിച്ചു വെച്ചാൽ നിന്നോട് ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ല. കൊള്ളാം. എന്റെ കൊച്ചിനെ ആരെങ്കിലും പിടിച്ചുകൊണ്ടു പോകുന്നുള്ള പേടിയായിരുന്നില്ലേ അപ്പൊ എനിക്ക്? അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയതാ. എന്തായാലും വിട്ടേര്. പക്ഷെ സ്റ്റേഷനിൽ വിളിച്ച് അനാവശ്യം പറഞ്ഞതിന് നിനക്ക് നല്ല ചുളിയാൻ വെച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ ക്ഷീണം ഒന്ന് മാറട്ടെ. ഞാൻ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞില്ലേ എന്റെ കൊച്ചിനെ തനിയെ പറഞ്ഞു വിടല്ലേന്ന്. അപ്പൊ അതിന്റെ ദേഷ്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്തു പോയതാ. ദേഷ്യം തോന്നിയാ ഉടനെ സ്റ്റേഷനിൽ വിളിച്ചങ്ങ് പറയും. അതാണോ എന്റെ മര്യാദ? അപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു. അപ്പൊ എനിക്ക് പോലീസിനെ അറിയിക്കാൻ തോന്നി. എന്തേ പോലീസ് മാത്രമാക്കിയത്? CBI-യിലും കസ്റ്റംസിലും ഫോറസ്റ്റിലും എക്സൈസിലും എല്ലായിടത്തും വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ? മതി 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 മതി, എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ക്ഷമിക്ക് പ്ലീസ്. എല്ലാം കാണിച്ചിട്ട് അവസാനം സോറി എന്നങ്ങ് പറഞ്ഞ് അങ്ങ് തീരുമല്ലോ. അമ്മ എന്തേലും പിടിച്ചോണ്ട് പോയില്ല അമ്മ. എന്റെ പൊന്നുമോനെ, അമ്മ എന്തുമാതിരി ടെൻഷൻ അടിച്ചു എന്നറിയാവോ നിനക്ക്? അല്ല അവിടുത്തെ പ്രശ്നം എന്താ വെച്ചാ? അതൊരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ച്. ആ മീൻ കച്ചവടക്കാർ അയാളുടെ സ്വന്തം മക്കളെ ഏതോ കറുത്ത വാനി കയറ്റി വിട്ടേനാ ഇയാൾ പോയി പിള്ളേരെ പിടുത്തക്കാരെന്ന് പറഞ്ഞു. പാവം. പ്രഭേ മതിയാക്ക്. ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു അബദ്ധം പറ്റിയതാണെന്ന്. അമ്മ അറിഞ്ഞ ഞാൻ സ്വന്തമായിട്ട് ബേക്കറി കയറി ബർഗറും കഴിച്ച് സിപ്പും കുടിച്ച് പൈസയും കൊടുത്ത് ഞാൻ ഇൻഡിപെൻഡന്റ് ആയി അമ്മ. ഐ എം സോ പ്രൗഡ് ഓഫ് യു കണ്ണ. അയ്യേ, ഞാനൊന്ന് ബീറ്റ് ബോക്സിംഗിൽ ഫസ്റ്റ് മേടിച്ചോണ്ട് വന്നപ്പോ അമ്മയ്ക്ക് ഇത് പറയാനൊന്നും തോന്നിയില്ലല്ലോ. ഇവൻ അച്ഛൻ്റെ കാശും മുക്കി ബർഗറും തിന്നോണ്ട് വന്നപ്പോ നീ വാടി മോളെ, നീ എന്തൊക്കെ കാണാൻ കിടക്കുന്നോ എന്തോ. എന്റെ ഏടത്തി അല്ലാണ്ട് ഈ പ്രാന്തന്റെ വാക്കും കേട്ടോണ്ട് ഓരോന്നിന് ഇറങ്ങി തിരിക്കുവോ? എടി സുപ്രു, ഇത് ചെയ്ത് വല്യമെല്ലാം തെളിഞ്ഞിട്ടൊന്നുമില്ല. വല്യമ്മ അല്ലാന്ന് പറഞ്ഞില്ല, പിന്നെ എന്തുവാ? എടി, ഇന്നേ വരെ ഒരു ക്രിമിനൽ നിങ്ങൾ ചോദിക്കാതിരിക്കുമായിരുന്നു ഞാൻ തന്നെയാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അവര് സമ്മതിച്ചെടുത്തൊന്നുമില്ല. പിന്നെ കുഞ്ഞമ്മ കറന്നുകൂടി. എന്റെ ചുരിദാറിന്റെ ടോപ്പ് കീറിയതിന് ഞാൻ എന്തായാലും പ്രശ്നം ഉണ്ടാക്കണം ചേട്ടത്തി, ഉറപ്പായിട്ടും ഉണ്ടാക്കണം. എന്റെ സുമേ, നീ ഒന്ന് ചുമ്മാരി. നിങ്ങൾ ഇങ്ങനെ ഇത് പ്രതികാരം ചെയ്യുന്നു പറഞ്ഞോണ്ട് നടന്നാൽ അതെങ്ങനെ ചേർത്ത് ശരിയാവുക? നീ പോടി അവിടുന്ന്. നിനക്ക് ഇതിന്റെ രസം അറിഞ്ഞൂടാത്തോണ്ടാണ്. അതാണ് കുഞ്ഞമ്മക്ക് താല്പര്യമില്ലെങ്കിൽ കുഞ്ഞമ്മ വേറെ എവിടെയെങ്കിലും പോ. ശംഭു, നീ നിന്റെ ഭാവിയാണ് തൊളിച്ചോണ്ടിരിക്കുന്നത്. മനസ്സിലായില്ല? നിനക്ക് നിന്റെ ഭാവി കാണണോ? ടൈം ട്രാവലിംഗ് ഒറ്റ അടി അങ്ങ് വെച്ചു തരും. ടൈം ട്രാവലിംഗ് ദേ ഈ നിൽക്കുന്നത് കണ്ടോ? ഇതന്നെയാ നിന്റെ ഭാവി. ഇവന്റെ കൂടെ നടന്ന് ഇതന്നെയായിരിക്കും ശംഭു നിന്റെ ഭാവി. കുഞ്ഞമ്മ മനുഷ്യനെ പേടിപ്പിക്കല്ലേ? ശംഭു പേടിപ്പിക്കല്ലേന്നോ? അല്ല ചിറ്റപ്പ, ചിറ്റപ്പനെ കണക്ക് ഞാൻ അത്രയും വലിയൊരു കിടിലോസ്കി എനിക്ക് താങ്ങാൻ പറ്റുമോ പറ്റത്തില്ലെന്ന് ഓർത്തിട്ടുള്ള ഒരു പേടി. നിങ്ങൾ ചുമ്മാ ഭാവിയും ഭൂതവും പറഞ്ഞോണ്ടിരിക്കാതെ പ്രതികാരം എങ്ങനെ ചെയ്യുമെന്ന് പറ. പ്രതികാരം ചെയ്യാൻ പല വഴികളുണ്ട്. നമുക്കേ വല്യമ്മയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്ത് കത്തിച്ചു കളഞ്ഞാലും. നല്ല ബെസ്റ്റ് പ്രതികാരം. ചെല്ലെടുത്തി പോയിട്ട് വല്യമ്മയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്താൽ കത്തിച്ചു കളഞ്ഞേര്. അത് മാത്രമാക്കണ കൂടെ ആധാർ കാർഡും പാൻ കാർഡും വേണമെങ്കിൽ റേഷൻ കാർഡും കൂടി എടുത്താൽ കത്തിച്ചേര്. ഞാൻ കേട്ടോ. വല്യമ്മ അല്ല ചേട്ടത്തിയൊന്നും പറഞ്ഞില്ല. അല്ല അത് വേണ്ട, വേറെ എന്തേലും പറ ഐഡിയ. ഞാൻ പറയട്ടോ? പറയടാ. നമുക്ക് ആദ്യം ഒരു മുഖം മൂടി ഇടണം. വേണ്ട വേണ്ട വേണ്ട, അതെല്ലാം അങ്ങ് മായ്ച്ചു കളഞ്ഞേരെ. നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇവള് പറഞ്ഞാണ് ശരി. അങ്ങനെ വഴിക്കുവാ. നല്ല ബുദ്ധി വന്നല്ലോ. ചേട്ടത്തി വിട്ടുകൊടുക്കരുത്. വേണ്ടടാ, എനിക്ക് വയ്യ. ഞാൻ പോയി പറഞ്ഞ് സോൾവ് ആക്കാൻ പോവാ. അത് ശരി. അപ്പൊ തീയും പോകായിട്ട് കൂടെ നിന്ന് ഞാൻ ഇവനും ആരായി? ഇതല്ലേ നമ്മളിൽ ആരാണ് തീ ആരാണ് പോക? ഞാൻ തീ, നീ പോകാം. നല്ല സ്വഭാവം. എടാ, നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ നിന്ന് എനിക്ക് വളരെ നന്ദിയുണ്ട്. പക്ഷെ ഇതിനി മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യ. വാടി സൂപ്പർ. അല്ല അല്ല അങ്ങനെ അങ്ങ് പോയാലോ? ഞാൻ പറയട്ടെ. പറ. അല്ല വേണ്ട, ഞങ്ങൾ പോവാ. അല്ല ചേട്ടത്തി,
എന്റെ ജീവിതത്തിൽ എനിക്കേറെ ഇതുപോലെ ഒരു വൃത്തികെട്ട ആരോപണം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ചിറ്റപ്പന്റെ ഓരോരോ അടവുകളാണ് അച്ഛമ്മേ. അതിനെന്തിനാ അച്ഛമ്മ ടെൻഷൻ അടിക്കുന്നേ? അത് തന്നെ, വെറുതെ അമ്മയും കൂടി കുറ്റപ്പെടുത്തി. അമ്മയെ ഞാൻ കുറ്റം പറയും. സുമേഷ് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടെന്ന് ഞാൻ അവളെന്തിനാ കയറി വിശ്വസിക്കുന്നേ? അത് ഈ ഒരു സാഹചര്യത്തിൽ അച്ഛമ്മ അങ്ങനെയും ചെയ്യൂലോ, അതുകൊണ്ട് പാവം തെറ്റിദ്ധരിച്ചതാ. നീ പിന്നെ നിന്റെ അമ്മയല്ലേ സപ്പോർട്ട് ചെയ്യുള്ളൂ. അയ്യോ, ഞാൻ അങ്ങനെ അല്ല പറഞ്ഞേ. എന്തുവാ അമ്മേ? എന്ത്? ഞാൻ ആ പട്ടിയുടെ പുറകെ പോയി വന്നപ്പോഴേക്കും ഇവിടെ എന്തൊക്കെയാ നടന്നത്? ഇവിടെ എന്ത് നടന്നെന്നാ? അല്ല അമ്മ പ്രതിഭയുടെ മറ്റേ ഡ്രസ്സ് വലിച്ച് കീറിന്ന് പറഞ്ഞു. ദേ വരുന്ന അടുത്തവൻ. നീയൊക്കെ എന്റെ വയറ്റിൽ തന്നെ ഉണ്ടായതാണോടാ? പിന്നെ അല്ല ആരുടെ വയറ്റിലുണ്ടാവൻ അമ്മേൻ? എന്നിട്ട് അതിന്റെ കൂടെ ഒന്നും കാണിക്കുന്നില്ലല്ലോ നീ. അച്ഛാ, അമ്മയുടെ ഉടുപ്പ് വലിച്ചു കീറിയ അച്ഛമ്മ അല്ലെന്നാണ് അച്ഛമ്മ പറയുന്നത്. എടാ, അവൻ അതൊന്നും വിശ്വസിക്കില്ല. അവൻ അവന്റെ ഭാര്യയുടെ സൈഡ് മാത്രമേ നിൽക്കൂ. ഓ എന്റെ അമ്മ, ഇത് ഞാൻ കേട്ട് എനിക്ക് മടുത്തു. അടിക്കാൻ വന്നാണോ? അടിക്കാനൊന്നുമല്ല, പക്ഷെ സംഗതി സീനാവും. സുമേ, വലിയമ്മ ചേർത്തി കോംപ്രമൈസിന് വന്നതാ. ഓ നല്ല കാര്യം. അങ്ങനെയെങ്കിലും കുറച്ച് സ്വസ്ഥത കിട്ടട്ടെ. താങ്ക് യു അമ്മ. ഇങ്ങനെയുള്ള മെച്യൂരിറ്റി ആയുള്ള കാര്യങ്ങൾ ചെയ്യണം, അല്ല ചിറ്റവനല്ലോ ഒരുമാതിരി. ഇത് കഞ്ഞി, നിന്റെ അമ്മയ്ക്ക് ഭയങ്കര മെച്ചൂരിറ്റി ആയിരുന്നെങ്കിലേ പാവം വല്യമ്മയുടെ ചെരുപ്പിനകത്ത് മസാല ചേർത്ത് പട്ടിക്കിട്ട് കൊടുക്കൂ. എടാ സുമ, നീ എത്ര പെട്ടെന്ന് അവിടെ കാല് മാറുന്നേ? ഇതാണ് സുമേഷ്. എല്ലാരും കേട്ടോണം, ഇതാണ് എന്റെ ഭർത്താവിന്റെ സ്വഭാവം. എന്തോന്ന് കുഞ്ഞമ്മ ഒരുമാതിരി സ്നേഹമില്ലാത്ത രീതിയിൽ. സ്നേഹമില്ലാത്തോണ്ട് അവൾക്കെന്നെ കാശ് മതിരാ. അവൾക്ക് നിന്റെ എന്തുമാത്രം മതിയെന്ന്? കാശ് മണി. അയ്യോ, ഇപ്പൊ എന്റെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലുള്ള വകയില്ലായിരിക്കും. ഈ ഭാവിയിൽ പക്ഷെ ഞാൻ ഉണ്ടാക്കുമല്ലോ. ഇന്ന് പോടാ അവിടുന്ന്. എനിക്ക് ഇപ്പൊ നിന്നെ എന്ത് കണ്ടാ കെട്ടിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്താ നിന്റെ കാശാനിട്ടല്ല. എനിക്കൊരു ചെറിയ കുറ്റസമ്മതം നടത്താറുണ്ട്. ഇപ്പൊ സമയമില്ല, പോയിട്ട് പിന്നെ കാണാം. എന്തു വെച്ചി? അമ്മയുടെ ഉടുപ്പ് കീറിയത് ഞാനാ. അത് പിന്നെ അയന്ന് എടുത്തപ്പോ ഒരു കമ്പി കൊണ്ട് കീറിപ്പോയതാ. അമ്മ അച്ഛമ്മ സംശയിച്ചപ്പോ ചേച്ചിക്കൊന്ന് പറഞ്ഞൂടായിരുന്നോ? അത് പിന്നെ മിണ്ടാതെ എടുത്തു വെച്ചിട്ട് പോയ അമ്മയ്ക്ക് ഡൗട്ട് അടിക്കുമെന്ന് ഓർത്താ ഞാൻ കീറിയത് കൊണ്ട് കാണിച്ചു. അതുപോലെ ചുറ്റിപ്പം പോയി അച്ഛമ്മയുടെ വില വെക്കുമെന്ന് ഞാൻ അറിഞ്ഞോ, അതുകൊണ്ട് ഞാൻ തിരുത്തി പറയാനും പോയില്ല. ശംഭു, നമുക്ക് പോടാ. എവിടെ പോവാൻ? പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്, പിന്നെ വരാം. എടാ, നിങ്ങളാ പറഞ്ഞെ അവിടെ നിൽക്കാൻ.